എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 സേവർ ഇംപ്രൂവ്മെന്റ് കമ്പാർട്ട്മെന്റൽ എക്സാമിനേഷൻ ജൂൺ 2026 പരീക്ഷയുടെ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് പിഴയില്ലാതെ ജൂൺ 1-ാം തീയതി വരെയും പിഴയോടുകൂടി ജൂൺ 1-ാം തീയതിക്ക് ശേഷം പിന്നീട് 2-3 തീയതികളായിട്ടും വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. ജൂൺ 1-ാം തീയതി വരെ ആണ് വിദ്യാർത്ഥികൾക്ക്, അതായത് 1-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് യാതൊരുവിധ പിഴയുമില്ലാതെ ഫീസ് അടക്കാനായിട്ട് സാധിക്കുക. പിന്നീട് നിങ്ങൾ ജൂൺ 2-3 തീയതികളായിട്ടാണ് നിങ്ങൾ അപേക്ഷ നൽകുന്നതെങ്കിൽ ആകെ ഫീസിൻ്റെ കൂടെ 600 രൂപ അധികമായിട്ട് നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ സേ പരീക്ഷയുടെ ഫീസ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ എത്ര വിഷയം തോറ്റിട്ടുണ്ടോ, അതായത് 36 48 ഗ്രാൻഡ് ടോട്ടലിലെ TE മാർക്കും പ്ലസ് ഗ്രേസ് മാർക്കും കൂട്ടുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് 36 48, അതായത് 60 മാർക്ക് വിഷയമാണെങ്കിൽ 36-ഉം അതുപോലെ തന്നെ 80 മാർക്ക് വിഷയമാണെങ്കിൽ 48 മാർക്കും കിട്ടാതെ എത്ര വിഷയങ്ങളുണ്ടോ അത്രയും വിഷയങ്ങൾ, ഇപ്പോൾ 6 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു 6 സബ്ജക്റ്റും നിങ്ങൾ ഈ ഒരു സേ പരീക്ഷക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അതുപോലെ സേ പരീക്ഷയുടെ ഫീസ് എന്ന് പറയുന്നത് 175 രൂപ പെർ സബ്ജക്റ്റ് ആണ് പ്രാക്ടിക്കൽ ഉള്ള വിഷയത്തിന്. അതിപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതിയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് 175 രൂപയാണ് വരിക. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റ്, അതായത് 80 മാർക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ 150 രൂപ പെർ സബ്ജക്റ്റ് ആണ് ഫീസ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ആകെ എത്ര രൂപ ഫീസ് വരുന്നുണ്ടോ അതിൻ്റെ കൂടെ 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് കൂടി വിദ്യാർത്ഥികൾ അടക്കേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ആണെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഒരു സബ്ജക്റ്റാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക. ഗൾഫ് മേഖലയിൽ ഈ ഒരു +2 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് എത്ര വിഷയം വേണമെങ്കിലും, അതായത് 6 വിഷയം വേണമെങ്കിൽ 6 സബ്ജക്റ്റും ഇംപ്രൂവ്മെൻറ്റിനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം. 500 രൂപയാണ് വിദ്യാർത്ഥികൾക്ക് ഒരു സബ്ജക്റ്റിന് ഇംപ്രൂവ്മെൻറ്റിന് വരുന്ന ഫീസ്. ഇതിൻ്റെ കൂടെ 40 രൂപയാണ് സർട്ടിഫിക്കറ്റ് ഫീസ് വരുന്നത്. ഇനി ഒരു അപേക്ഷ നൽകാനായിട്ട് വേണ്ടത് നിങ്ങൾ നിലവിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമാണ്. അതുപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ചില സ്കൂളിൽ നിന്ന് ഫോം കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫോം ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് പൂരിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തേത് വേണ്ടത് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമാണ്. അടുത്ത രണ്ടാമത്തേത് വേണ്ടത് നിങ്ങൾക്ക് എത്ര രൂപ എത്ര സബ്ജക്റ്റ് പരീക്ഷ എന്നുണ്ടോ അതിനനുസരിച്ചുള്ള ഫീസും 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരുന്നത്. ഇനി ജൂൺ 2-3 തീയതികളായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 600 രൂപ അധികമായിട്ട് കൂടി അടക്കേണ്ടതായിട്ട് വരും. ഇനി അടുത്തതായിട്ട് വേണ്ടത് നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. അത് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടത് വിദ്യാർത്ഥികളുടെ +2-ൻ്റെ റിസൾട്ടിൻ്റെ, അത് നിങ്ങൾ മാർച്ചിലെ പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്ത ഒരു വിദ്യാർത്ഥിക്ക് നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ ആ ഒരു +2-ൻ്റെ റിസൾട്ട് പ്രിൻ്റ് ഔട്ടാണ് അടുത്തതായിട്ട് വേണ്ടത്. അപ്പോൾ ഈ ഒരു 4 സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എടുത്ത ശേഷം നിങ്ങൾ 2026 മാർച്ച് മാസത്തിലെ +2 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് ഈ ഒരു അപേക്ഷ നൽകേണ്ടത്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ 2026 ജനുവരി ഫെബ്രുവരി മാസത്തിലായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന +2-ൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ജൂൺ 11-12 തീയതികളായിട്ട് വിദ്യാർത്ഥികൾക്ക് +2-ൻ്റെ പ്രാക്ടിക്കലിൻ്റെ സേ പരീക്ഷ നടത്തുന്നുണ്ട്. അത് നിങ്ങളുടെ ജില്ലയിലെ ഏതെങ്കിലും ഒരു സ്കൂളിലായിരിക്കും എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ടാവുക. അത് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഈ ഒരു സ്കൂളിൽ, അതായത് നിങ്ങൾ നിലവിൽ ഈ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സ്കൂളിലെ പ്രിൻസിപ്പാളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം സെൻറ്റർ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി ഒരു ഫോം എങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഈ ഒരു ഫോം എങ്ങനെ പൂരിപ്പിക്കാം നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫോം എങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ള കാര്യം നോക്കാം. വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഫോം നിങ്ങൾക്ക് പൂരിപ്പിക്കാവുന്നതാണ്. അപ്പോൾ സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു സെയിം രീതി, അതായത് ഈ ഒരു സെയിം ഫോം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഫോമിൽ എങ്ങനെ സബ്ജക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം എന്നുള്ളതും ഈ ഒരു വീഡിയോ വഴി വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ നെയിം ആൻഡ് ഇയർ ഓഫ് എക്സാമിനേഷൻ എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് +2 സേവർ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ജൂൺ 2026 എന്ന് എഴുതുക. അപ്പോൾ ജൂണിലെ പരീക്ഷ ആയതുകൊണ്ടാണ് ജൂൺ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ സെൻറ്റർ നമ്പർ ആൻഡ് നെയിം എന്ന് വെച്ചാൽ നിങ്ങൾ നിലവിൽ ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന ആ ഒരു എക്സാം സെൻറ്ററിൻ്റെ, അത് നിങ്ങൾ മാർച്ചിലെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സ്കൂളിൻ്റെ പേരും സ്കൂളിൻ്റെ കോഡുമാണ് അവിടെ ടൈപ്പ് ചെയ്യേണ്ടത്, അതായത് എഴുതേണ്ടത്. അതുപോലെ തന്നെ അതിനുശേഷം സ്ട്രീം ഓഫ് സ്റ്റഡി എന്നുള്ളടത്ത് നിങ്ങൾ ഹയർ സെക്കൻഡറി ആണോ, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി ആണോ, ആർട്ട് ഹയർ സെക്കൻഡറി ആണോ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണോ, ഇക്വലൻസി ആണോ, ഏതാണെന്നനുസരിച്ച് നിങ്ങൾക്കത് ടിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഹയർ സെക്കൻഡറി ആയതുകൊണ്ട് അത് ഞാൻ ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ ഗ്രൂപ്പ് ഓഫ് സ്റ്റഡി എന്നുള്ള ഭാഗത്ത് നിങ്ങൾ സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, അതർ ആണോ, ഏതാണ് അതിനനുസരിച്ച് അതിന് നേരെയുള്ള ആ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന്, അതായത് ആ ഒരു റൗണ്ട് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി കാറ്റഗറി എന്ന് ചോദിക്കുന്നത് സ്കൂൾ ഗോയിങ്, സ്കോൾ കേരള, കമ്പാർട്ട്മെൻറ്റൽ, ലാറ്ററൽ എൻട്രി, സ്പെഷ്യൽ കാറ്റഗറി, അതർ. ഇതിൽ സ്കൂൾ ഗോയിങ് എന്ന് വെച്ചാൽ നിങ്ങൾ 2026 മാർച്ചിൽ ആദ്യമായിട്ട് +2 പരീക്ഷ എഴുതാണെങ്കിൽ സ്കൂൾ ഗോയിങ് ആണ്. ഇനി സ്കോൾ കേരള ആണെങ്കിൽ അത്, കമ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ അത്, ഞാനിപ്പോൾ കമ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് അത് ഞാൻ ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി അടുത്തതായിട്ടുള്ളത് ഇവിടെ സ്കീമാണ്. സ്കീം എന്ന് പറയുന്നത് ന്യൂ സ്കീമാണ്, ഓൾഡ് സ്കീമാണോ എന്ന്. ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതനുസരിച്ചാണ് കിട്ടുക. അപ്പോൾ നിങ്ങളുടെ +2-ൻ്റെ മാർക്ക്
അനുസരിച്ചുള്ള +2ൻ്റെ ഹാൾ ടിക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളത് ന്യൂ സ്കീമാണോ ഓൾഡ് സ്കീമാണോ എന്നുള്ളത് കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ന്യൂ സ്കീമാണോ ഓൾഡ് സ്കീമാണോ എന്ന് രേഖപ്പെടുത്തുക. ഇത് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുക. അതുകൊണ്ട് തന്നെ ഇത് വളരെ ശ്രദ്ധയോടുകൂടി സ്കീം പൂരിപ്പിക്കാം. സ്കീം അറിയാത്തവർ എന്താണ് നിങ്ങളുടെ സ്കീം എന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്. അവിടെ നിങ്ങളുടെ പേര് എഴുതേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. അടുത്തത് 8ാമത്തേത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ എഴുതുക. അതിനുശേഷം വിദ്യാർത്ഥികൾ അടുത്തത് നിങ്ങൾ ജെൻഡർ ആണ്, നിങ്ങൾ മെയിലാണോ ഫീമെയിൽ ആണോ ട്രാൻസ്ജെൻഡർ ആണോ എന്നാണ് ചോദിക്കുന്നത്. അതെന്താണ് അതനുസരിച്ച് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്തതായിട്ടുള്ളത് ഒരു റിലീജിയൻ ആൻഡ് കാസ്റ്റ്, നിങ്ങളുടെ ജാതി മതം എന്താണോ അതിവിടെ എഴുതുക. അടുത്തതായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയാണ്, അത് നിങ്ങൾ SC ആണോ ST ആണോ OEC ആണോ OBC ആണോ അതർ ആണോ എന്നുള്ളത്, അത് ഏതാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി എന്നുള്ളതനുസരിച്ച് അത് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തത് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇവിടെ ഒട്ടിക്കാണ്ട് അത് നിങ്ങൾ ഫോട്ടോ ഒട്ടിക്കുക. അതുപോലെ തന്നെ അത് നിങ്ങളുടെ ഫോട്ടോ അതായത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആയിരിക്കണം. അതുപോലെ തന്നെ 6 മാസത്തിനുള്ളിൽ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആയിരിക്കണം ഒട്ടിക്കേണ്ടത്. കാരണം അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു 6 മാസത്തിനുള്ളിൽ എടുത്ത ഒരു ഫോട്ടോ ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾ 12ാമത്തെ നിങ്ങൾ SSLC പരീക്ഷ അല്ലെങ്കിൽ ഇക്വലന്റ് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. അവിടെ നിങ്ങൾ ഏത് മാസമാണ് SSLC പരീക്ഷ എഴുതിയത്, ഏത് വർഷമാണ്, അതായത് ഏത് മാസമാണ് നിങ്ങളുടെ റിസൾട്ട് വന്നത്, അതുപോലെ തന്നെ ഏത് വർഷമാണ് പരീക്ഷയുടെ റിസൾട്ട് വന്നത്, അതുപോലെ SSLCയുടെ രജിസ്റ്റർ നമ്പർ എന്താണോ അത് അവിടെ എഴുതുക. അടുത്തത് 13ാമത്തേത് നിങ്ങളുടെ അഡ്മിഷൻ നമ്പർ അല്ലെങ്കിൽ സ്കോൾ കേരള നമ്പർ അല്ലെങ്കിൽ KSLMA രജിസ്ട്രേഷൻ നമ്പർ. അഡ്മിഷൻ നമ്പർ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് അല്ലെങ്കിൽ ഡയറി അതുപോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ID കാർഡ് ഇതിലൊക്കെ നിങ്ങളുടെ അഡ്മിഷൻ കാർഡ് അതായത് അഡ്മിഷൻ നമ്പർ ഉണ്ടാവും. അതുപോലെ സ്കോൾ കേരള നമ്പർ എന്ന് പറയുമ്പോൾ സ്കോൾ കേരള രജിസ്ട്രേഷൻ്റെ കാർഡിലും സ്കോൾ കേരളയുടെ ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ നമ്പർ നോക്കി നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതായത് ഡീറ്റെയിൽസ് ഓഫ് ലാസ്റ്റ് അപ്പറൻസ് ഓഫ് ദ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ. നിങ്ങൾ ഏറ്റവും അവസാനം പരീക്ഷ എഴുതിയത് എപ്പോഴായിരുന്നു, അതായത് ഈ +2ൻ്റെ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത് എപ്പോഴായിരുന്നു, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ വർഷം 2026 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ മന്ത് എന്ന് പറയുന്നത് മാർച്ച് ആണ്, ഇയർ എന്ന് പറയുന്നത് 2026, രജിസ്ട്രേഷൻ നമ്പർ നിങ്ങളുടെ എന്താണോ അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി 15ാമത്തേതാണ് സബ്ജക്റ്റ് അപ്പിയറിംഗ് സ്പെസിഫൈ ചെയ്ത സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണ് സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റൽ പരീക്ഷയ്ക്കായിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്നത്, ആ ഒരു സബ്ജക്റ്റുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളുടെ പരീക്ഷയാണോ ഈ ഒരു ജൂൺ മാസത്തിൽ ഈ ഒരു സേ പരീക്ഷയിൽ +2 സേ പരീക്ഷയിൽ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. +2ൻ്റെ പരീക്ഷ മാത്രമാണ്, +2ൻ്റെ സബ്ജക്റ്റിൻ്റെ പരീക്ഷയാണ് ഇതിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ +2ൻ്റെ സബ്ജക്റ്റ് പഠിച്ചുകൊണ്ടാണ് പരീക്ഷ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ ഏത് സബ്ജക്റ്റിൻ്റെ +2ൻ്റെ പരീക്ഷയാണോ ഇവിടെ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് രേഖപ്പെടുത്തേണ്ടത്. ഇതിൽ നിങ്ങളിപ്പോൾ പാർട്ട് 1 എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് രേഖപ്പെടുത്തേണ്ടത്. അത് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ മാത്രം പാർട്ട് 1 ഇംഗ്ലീഷ് എന്നെഴുതുക. എഴുതുന്നില്ല എങ്കിൽ അവിടെ പ്രത്യേകിച്ചൊന്നും എഴുതേണ്ടതില്ല. ഇനി അടുത്തതായിട്ട് പാർട്ട് 2 എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അത് മലയാളം, ഹിന്ദി, ഉറുദു, അറബിക്, സംസ്കൃതം അതുപോലെയുള്ള ലാംഗ്വേജസ് ആണ്. അപ്പോൾ നിങ്ങൾ പാർട്ട് 2 ആയിട്ടുള്ള സെക്കൻഡ് ലാംഗ്വേജ് എഴുതുന്നില്ലെങ്കിൽ പ്രത്യേകിച്ച് അവിടെയൊന്നും എഴുതേണ്ടതില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള സബ്ജക്റ്റുകളാണ് നിങ്ങൾ ഇപ്പോൾ ഇംപ്രൂവ്മെൻറ്റോ അല്ലെങ്കിൽ സേയോ എഴുതുന്നുണ്ടെങ്കിൽ അതൊക്കെ പാർട്ട് 3ലെ സബ്ജക്റ്റിലാണ് വരിക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇംഗ്ലീഷ് പരീക്ഷയും കെമിസ്ട്രിയും ഈ ഒരു സേ പരീക്ഷയായിട്ട് എഴുതുന്നതെന്ന് വിചാരിക്കുക. ആ ഒരു 2 സബ്ജക്റ്റ് ഞാനിപ്പോൾ തോറ്റു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ അത് പാർട്ട് 1ലാണ് വരിക. അതായത് 1ാം ഭാഷയാണ് ഇംഗ്ലീഷ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇംഗ്ലീഷ് എന്ന് എഴുതുന്നു. അതിനുശേഷം പിന്നീട് അടുത്തതായിട്ട് ഞാൻ എഴുതുന്നത് കെമിസ്ട്രി ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ പാർട്ട് 3 ആണ്. പാർട്ട് 2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ആണ്. ബാക്കി എല്ലാ സബ്ജക്റ്റും പാർട്ട് 3ലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പാർട്ട് 3ൽ അവിടെ കെമിസ്ട്രി എന്ന് എഴുതുന്നു. ഇനി ഈ ഒരു രീതിയിൽ നിങ്ങളിപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്ന വിദ്യാർത്ഥികളും ഈ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് ഇതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ പൂരിപ്പിക്കേണ്ടത്. പാർട്ട് 1 എന്ന കോളത്തിൽ നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ പരീക്ഷ ഈ ഒരു സേ ആയിട്ട് അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻ്റ് ആയിട്ട് എഴുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അത് എഴുതുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പാർട്ട് 1 എന്നുള്ള കോളത്തിൽ രേഖപ്പെടുത്തേണ്ടതുള്ളൂ. പാർട്ട് 2 എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. സെക്കൻഡ് ലാംഗ്വേജിൻ്റെ പരീക്ഷ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ പാർട്ട് 2ൽ രേഖപ്പെടുത്തേണ്ടൂ. ഇനിയിപ്പോൾ അത് രണ്ടും അതിൽ ആ ഒരു സബ്ജക്റ്റുകൾ പരീക്ഷ എഴുതുന്നില്ല, സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നില്ലെങ്കിൽ ബാക്കി ഏത് സബ്ജക്റ്റും പാർട്ട് 3ലാണ് വരിക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾ സേ പരീക്ഷയോ ഇംപ്രൂവ്മെൻറ്റോ അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലോ പരീക്ഷയ്ക്ക് ഏതൊക്കെ വിഷയങ്ങൾ എഴുതുന്നുണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് 15ാമത്തെ കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. ഇനി പാർട്ട് 3ൽ തന്നെ ഇതേപോലെ നിങ്ങൾ കാണാം മലയാളം, തമിഴ്, കന്നഡ എന്നുള്ളത്. അപ്പോൾ അതെന്താണെന്ന് പറയാം. നിങ്ങൾക്ക് സാധാരണത്തിൽ ഇപ്പോൾ പാർട്ട് 3 വരുന്നത് ഇപ്പോൾ കെമിസ്ട്രിയാണ് ഉദാഹരണത്തിന് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കെമിസ്ട്രി എന്ന് പറയുമ്പോൾ അതിൻ്റെ തിയറി പാർട്ട് എനിക്ക് ഇംഗ്ലീഷിൽ എഴുതാം. എന്നാൽ എനിക്ക് ഇംഗ്ലീഷിൽ ചില സമയത്ത് കിട്ടത്തില്ല, മലയാളത്തിൽ എനിക്കറിയാം. അങ്ങനെയെങ്കിൽ എൻ്റെ ആ ഒരു പ്രാദേശിക ലാംഗ്വേജിൽ എനിക്ക് എഴുതാനായിട്ട് വരും. അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് 3 സബ്ജക്റ്റുകൾ എഴുതാൻ പറ്റുന്ന ഈ ഒരു ലാംഗ്വേജുകളാണ് മലയാളം, തമിഴ്, കന്നഡ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഈ ഒരു കൂടുതൽ നന്നായിട്ട് അറിയാവുന്നത് അതിനനുസരിച്ച് അത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ മലയാളത്തിലാണ് കെമിസ്ട്രിയിൽ, എനിക്കിപ്പോൾ ഇംഗ്ലീഷിൽ അത് എഴുതാൻ അറിയില്ലെങ്കിൽ ഞാൻ മലയാളത്തിലാണ് എഴുതുക. അതുകൊണ്ട് തന്നെ മലയാളമാണ് സെലക്ട് ചെയ്തത്. നിങ്ങളിപ്പോൾ തമിഴ് അല്ലെങ്കിൽ കന്നഡ വിഭാഗത്തിലാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ലാംഗ്വേജ് ആണ് നിങ്ങൾക്ക് ഈസി എങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് അത് രേഖപ്പെടുത്താം.
അതായത് കെമിസ്ട്രി പരീക്ഷ എനിക്ക് അതിൻ്റെ തിയറി പാർട്ട് ഇംഗ്ലീഷിലും എഴുതാം മലയാളത്തിലും എഴുതാം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ തമിഴാണ് നിങ്ങൾ സെലക്ട് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് തമിഴിൽ എഴുതാൻ പറ്റും, അതുപോലെ ഇംഗ്ലീഷിലും എഴുതാൻ പറ്റും. ഈ ഒരു രീതിയിൽ ആണ് പരീക്ഷ ആ ഒരു ഡീറ്റെയിൽസ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. ഇനി അടുത്തതായിട്ട് 15ാമത്തെ ക്വസ്റ്റ്യന് ശേഷം പിന്നീട് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിങ്ങൾ എത്ര വിഷയം എഴുതുന്നുണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ ഈ ഒരു കോളത്തിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പാർട്ട് 1 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എഴുതുന്നുണ്ടെങ്കിൽ മാത്രം പാർട്ട് 1ൽ എഴുതുക, ഇംഗ്ലീഷ് എന്ന് എഴുതുക. ഇനി സെക്കൻഡ് ലാംഗ്വേജ് എഴുതുന്നുണ്ടെങ്കിൽ മാത്രം പാർട്ട് 2ൽ ഏത് സബ്ജക്റ്റ് ആണെന്ന് എഴുതുക. ഇനിയിപ്പോൾ ബാക്കി ഏത് സബ്ജക്റ്റ് ആയിരുന്നാലും പാർട്ട് 3ൽ ആണ് എഴുതേണ്ടതായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ, ഒരു എക്സാമിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഇപ്പോൾ കെമിസ്ട്രിക്ക് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ അത് മാത്രമേ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ കെമിസ്ട്രി എന്ന് എഴുതുന്നു. അതിനുശേഷം ഇവിടെ മലയാളം ലാംഗ്വേജ് അല്ലെങ്കിൽ തമിഴ്, കന്നഡ ഇതിലേതാണോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കൂടാതെ ആ ഒരു സബ്ജക്റ്റിൻ്റെ തിയറി പരീക്ഷ നിങ്ങൾക്ക് എഴുതാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ഇവിടെ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് 16ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ മുകളിലായിട്ട് ഏത് വിഷയത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് രേഖപ്പെടുത്തുന്നത്. ഞാനിപ്പോൾ ആദ്യം ഇംഗ്ലീഷും കെമിസ്ട്രി ആണ് എഴുതാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, 16ാമത്തേത് ഡീറ്റെയിൽസ് ഓഫ് പ്രീവിയസ് അപ്പിയറൻസ്, അതായത് മുമ്പത്തെ പരീക്ഷയിൽ എനിക്ക് കിട്ടിയതായിട്ട് മാർക്ക് ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ട് 1 എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്, പാർട്ട് 2 എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്, പാർട്ട് 3 എന്ന് പറയുന്നത് ബാക്കിയുള്ള സബ്ജക്റ്റുകളാണ്. അപ്പോൾ ഞാനിവിടെ എഴുതാൻ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷും കെമിസ്ട്രിയും ആയതുകൊണ്ട് തന്നെ, അതായത് ഈ ഒരു 15ാമത്തെ കോളത്തിൽ ഞാൻ ഇംഗ്ലീഷ് കെമിസ്ട്രി എന്നീ 2 ഡീറ്റെയിൽസ് ആണ് രേഖപ്പെടുത്തിയത് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, എൻ്റെ പാർട്ട് 1 എന്നുള്ള ഇവിടെ ഇംഗ്ലീഷ് എന്ന് എഴുതുന്നു. അതിനുശേഷം പാർട്ട് 3 എന്ന് പറയുന്നിടത്ത് ഞാൻ കെമിസ്ട്രി എന്നത്, കാരണം കെമിസ്ട്രി ആണ് എഴുതുന്നത്. പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജ് ഞാൻ എഴുതാത്തത് കൊണ്ടാണ് അവിടെ ഒന്നും രേഖപ്പെടുത്താത്തത്. ഇനി അതിനുശേഷം ഇവിടെ എൻ്റെ ആ ഒരു മാർച്ച് മാസത്തിലെ പരീക്ഷ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് നിങ്ങൾ പരീക്ഷ ചെയ്തപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എന്താണോ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എന്താണോ അത് എഴുതുക. അതിനുശേഷം മന്ത് ആൻഡ് ഇയർ, ഞാനിപ്പോൾ മാർച്ചിലാണ് പരീക്ഷ ചെയ്തതുകൊണ്ട് തന്നെ മാർച്ച് 2026 എന്ന് എഴുതുന്നു. അതിനുശേഷം ഈ ഒരു പരീക്ഷയ്ക്ക് ഞാൻ എലിജിബിൾ ആണോ അല്ലെങ്കിൽ നോട്ട് എലിജിബിൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ റിസൾട്ട് വന്ന സമയത്ത് ആ ഒരു വിഷയം ഞാൻ ഫെയിൽഡ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ നോട്ട് എലിജിബിൾ എന്ന് എഴുതുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു +2 ജയിച്ച ശേഷം ഇംപ്രൂവ്മെൻ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അവിടെ എലിജിബിൾ ആയിട്ടുള്ളത്, ജയിച്ച വിഷയമാണെങ്കിൽ അവിടെ എലിജിബിൾ എന്ന് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇനി അതിന് ലഭിച്ച ഗ്രേഡ് അല്ലെങ്കിൽ സ്കോർ അപ്റ്റൈൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ നിങ്ങൾക്ക് +2ന് കിട്ടിയിട്ടുണ്ടായിരുന്ന മാർക്ക് കിട്ടി, ഈ മാർക്ക് എത്രയാണോ അത് അവിടെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഈ ഒരു രീതിയിൽ ഞാൻ എൻ്റെ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ മുകളിൽ 15ാമത്തെ ക്വസ്റ്റ്യൻസിൻ്റെ അവിടെ നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ സേ പരീക്ഷക്കാട്ടി രജിസ്ട്രേഷൻ ചെയ്യുന്നതായിട്ട് കൊടുത്തിട്ടുള്ളത്, ആ ഒരു പരീക്ഷയുടെ അത് ആ ഒരു സബ്ജക്റ്റുകളുടെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു 16ാമത്തെ കോളത്തിലും എഴുതേണ്ടത്. ആ ഒരു സബ്ജക്റ്റുകൾക്ക് നിങ്ങൾ ഇതിനു മുമ്പ് പരീക്ഷ എഴുതിയ സമയത്ത്, അതായത് ഏറ്റവും അവസാനം നിങ്ങൾ എപ്പോഴാണോ പരീക്ഷ ചെയ്തത് ആ ഒരു പരീക്ഷയ്ക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സബ്ജക്റ്റിൻ്റെ ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ മന്ത് ആൻഡ് ഇയർ ഓഫ് രജിസ്ട്രേഷൻ, അത് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത്, അതുപോലെ തന്നെ ആ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ ജയിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ചോദിക്കുന്നത്. ഇനി അടുത്തതായിട്ടുള്ളത് 17ാമത്തേതാണ്. 17ാമത്തേത് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക്, അതുപോലെ ഇവിടെ എലിജിബിൾ ഓർ നോട്ട് എലിജിബിൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ റിസൾട്ടാണ്. റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ അത് എലിജിബിൾ ആണോ അല്ലെങ്കിൽ നോട്ട് എലിജിബിൾ ആണോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ റിസൾട്ടിൽ നിങ്ങൾ എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ എലിജിബിൾ എന്ന് പറഞ്ഞാൽ ജയിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നോട്ട് എലിജിബിൾ എന്ന് വെച്ചാൽ നിങ്ങൾ +2 ജയിച്ചിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് 17ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫീ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് നിങ്ങൾ ട്രഷറി മുഖാന്തരം നിങ്ങൾ ഫീസ് അടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതുള്ളൂ. സ്കൂൾ മുഖാന്തരം ഫീസ് അടച്ചുകൊണ്ടാണ് നിങ്ങൾ ഒരു അപേക്ഷ നൽകുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു ഭാഗം നിങ്ങൾ 17ാമത്തേത് പൂരിപ്പിക്കേണ്ടതില്ല. 18ാമത്തേത് SC/ST ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വല്ല ഫീ കൺസെഷൻ, എഡ്യൂക്കേഷൻ ഫീ കൺസെഷൻ കിട്ടുന്നുണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്യുക. ഞാൻ കിട്ടാത്തതുകൊണ്ട് നോ എന്ന് ടിക്ക് ചെയ്യുന്നു. അതിനുശേഷം 19ാമത്തേത് നിങ്ങൾ SC/ST OBC വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ ഇത് ഫസ്റ്റ് ടൈമാണോ സെക്കൻഡ് ടൈമാണോ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് എന്ന് രേഖപ്പെടുത്തുക. ഇനി അടുത്തത് ഈ സെക്കൻഡ് സ്റ്റേറ്റ് വെദർ ഇറ്റ് ഈസ് വിത്തിൻ എ കണ്ടിന്യൂസ് പീരീഡ് ഓഫ് 2 ഇയർ എന്നാണ് ചോദിക്കുന്നത്. കണ്ടിന്യൂസ് പീരീഡിൻ്റെ, അതായത് 2 വർഷ കോഴ്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആണോ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂവേഷൻ അല്ലാതെ കൊണ്ട് തന്നെ ഞാൻ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി അടുത്തതായിട്ടുള്ളത് ഡിക്ലറേഷൻ ആണ്. ഡിക്ലറേഷൻ്റെ അവിടെ നിങ്ങളുടെ, അതായത് ഇവിടെ നിങ്ങളുടെ പേര് എഴുതാണ്ട് നിങ്ങളുടെ പേരും സിഗ്നേച്ചർ ഇടുക, അതുപോലെ നിങ്ങളുടെ പേരൻറ്റിൻ്റെ പേരും സിഗ്നേച്ചർ ഇടുക. ഇത്രയാണ് ഇതിൽ പൂരിപ്പിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോം പ്രിൻ്റ് എടുത്ത ശേഷമാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി ഇതിൽ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ച ശേഷം നിങ്ങളുടെ +2ൻ്റെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ടും, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ടോട്ടലായിട്ട് എത്ര രൂപയാണ് ഫീസ് വരുന്നത് ആ ഒരു ഫീസ് നിങ്ങൾ കൃത്യമായിട്ട് എടുത്തുകൊണ്ട് നിങ്ങളുടെ 2026 മാർച്ച് മാസത്തിലെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന സ്കൂൾ ഏതാണോ ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളാണ് ഈ ഒരു അപേക്ഷ നൽകേണ്ടതായിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ട് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.